വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതേപോലെയുള്ള പല വീഡിയോസും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഒരു അഡ്വൈസ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യേണ്ടതെന്നുള്ള എന്ന് വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് അതന്നെ കോപ്പി ചെയ്യരുത്. നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല. നിങ്ങളുടെ ഒരു റെഫറൻസും നിങ്ങളുടെ ഓൺ റിസർച്ചും ഒക്കെ ചെയ്തിട്ടൊക്കെ വേണം നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇത് കഴിഞ്ഞ് ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാനോ എൻ്റെ ചാനലോ മറ്റൊരു യൂട്യൂബേഴ്സും അതിന് എന്താ പറയാ ബാധ്യസ്ഥരല്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഇതൊരു റെഫറൻസ് മാത്രമായിട്ട് എടുക്കാൻ എന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും കുട്ടി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസനെ പറ്റിയിട്ടാണ്. ഈ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ഈ വിസയ്ക്ക് എലിജിബിൾ ആണെന്ന് അറിയാം, അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് വിസയിൽ ഇപ്പോൾ PSW പീരീഡിന് മുൻപ് സ്റ്റുഡൻറ് വിസയിൽ നിൽക്കുന്നവരാണോ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ടിപ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് ആണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് പ്രോസസ് അടക്കം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് വലിയൊരു വീഡിയോ, ലെങ്തി വീഡിയോ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഞാനിത് 3 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ പ്രോസസ്സ് എന്താണ്, ഞാൻ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരുന്നത്. ദെൻ തേർഡ് വീഡിയോയിൽ ആഫ്റ്റർ PSW നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റുഡൻറ് പീരീഡ് ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഗ്രാജുവേറ്റ് വിസ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് PSWവിൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ PSW അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ഗെറ്റ് സെറ്റ് ആൻഡ് വെയിറ്റ് എന്നുള്ളൊരു സെഷനാണ് ഈ വീഡിയോ. കൂടുതൽ ഇൻട്രോ ഒന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഗ്രാജുവേറ്റ് വിസ അപ്ലൈ ചെയ്യാനിരിക്കുന്നവരാണ്, സക്സസ്ഫുള്ളി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് UK നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഇനി നിങ്ങൾ സ്റ്റുഡൻറ് പീരീഡിൽ നിൽക്കുന്നവരാണോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് പീരീഡിൽ വരാൻ വേണ്ടി നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടി സ്റ്റോറീസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ PSWവിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒട്ടും ഈ PSW എന്താണ്, ഗ്രാജുവേറ്റ് വിസ എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രോ ആണ്. എന്താണ് PSW എന്ന് വെച്ചാൽ, നിങ്ങൾ UK സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ നമുക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് തരുന്നതിനൊക്കെയുള്ള റൂട്ടാണ് ഈ PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസ എന്നൊക്കെ പറയുന്നത്. നമ്മളത് ഹോം ഓഫീസിന്റെ UK ഹോം ഓഫീസിന്റെ സൈറ്റിൽ ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് തന്നെ ഏകദേശം ഒരു 50-60 ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആരാണ് ഈ PSW വിസയ്ക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയ്ക്ക് എലിജിബിൾ ആവുക എന്ന് നമുക്ക് നോക്കാം. സക്സസ്ഫുള്ളി UK വന്ന് ഒരു അംഗീകൃത കോളേജിൽ കോഴ്സ് പഠിച്ച് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് PSW അപ്ലൈ ചെയ്യാം. സ്റ്റേ ബാക്കിന്റെ പീരീഡ് റൂള് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ എനിക്ക് 2 വർഷത്തെ വിസ ആണ് സ്റ്റേ ബാക്കിന് കിട്ടിയിരിക്കുന്നത്. ഗ്രാജുവേറ്റ് വിസ എനിക്ക് 2 വർഷത്തെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനത് സക്സസ്ഫുള്ളി ഞാൻ തന്നെ ചെയ്ത് സക്സസ് ആയി. അതിന്റെ ഒരു കോൺഫിഡൻസിലും ആ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതേപോലെയുള്ള പല വീഡിയോസും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഒരു അഡ്വൈസ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യേണ്ടതെന്നുള്ള എന്ന് വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് അതന്നെ കോപ്പി ചെയ്യരുത്. നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങളുടെ സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ട്രാവൽ ഹിസ്റ്ററി ആയിരിക്കില്ല നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി. അതുപോലെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആയാലും അതുപോലെ താമസിക്കുന്നതിന്റെ ഹിസ്റ്ററി ആണെങ്കിലും ഇതൊന്നും സെയിം ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു റെഫറൻസും നിങ്ങളുടെ ഓൺ റിസർച്ചും ഒക്കെ ചെയ്തിട്ടൊക്കെ വേണം നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇത് കഴിഞ്ഞ് ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാനോ എൻ്റെ ചാനലോ മറ്റൊരു യൂട്യൂബേഴ്സും അതിന്
എന്താ പറയാ ബാധ്യസ്ഥരല്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഇതൊരു റെഫറൻസ് മാത്രമായിട്ട് എടുക്കാൻ എന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. PSW അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആദ്യമായിട്ട് എങ്ങനെയാണ് എലിജിബിൾ ആവാന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ ഹോം ഓഫീസിലേക്ക് ഒരു മെയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് വരും എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഹോം ഓഫീസിലേക്ക് ഒരു മെയിൽ പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ കോഴ്സ് കംപ്ലീഷൻ ചെയ്ത് സക്സസ്ഫുൾ ആയി നിങ്ങൾ ഗ്രാജുവേറ്റ് വിസയ്ക്ക് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ യൂണിവേഴ്സിറ്റി നമുക്ക് അയക്കും. ഏകദേശം അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനത്തെ ഒരു മെയിൽ നമുക്കും കിട്ടും. ആ മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മെയിൽ കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കരുത്. കാരണം നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയിട്ട് ഗ്രാജുവേറ്റ് വിസ സെർച്ച് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. സോ ഇങ്ങനെ ഒരു മെയിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് വഴി അപ്ലൈ ചെയ്യാനും ആ പ്രോസസ്സ് അങ്ങനെ തന്നെ ആ ലിങ്ക് ത്രൂ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് സൈഡ്. ഇതെൻ്റെ ഒരു സജഷൻ ആണ്. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആയി. നമുക്കിനി നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയൊരു കടമ്പ എല്ലാവരും ഞങ്ങളിവിടെ അനുഭവിച്ചത്, ഈ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മളൊരു പേയ്മെന്റ് നടത്താൻ വേണ്ടി 2000 പൗണ്ട് കൊടുക്കണം. അതായത് വിസ ഫീസ് തന്നെ ഏകദേശം 600 to 715 പൗണ്ടോളം വരും. അപ്പൊ അതിന്റെ വിസ ഫീസും IHS ഫീസ് നമ്മൾ കൊടുക്കണം. അത് ഏകദേശം 1200 1200 സംതിങ് ആ ഒരു ഇതിൽ വരും. അപ്പൊ ഒരു സേഫ് സൈഡിന് നമ്മളൊരു 2000 പൗണ്ട് നമ്മുടെ ബാങ്കിൽ കരുതി വെക്കണം. ആ 2000 പൗണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നിങ്ങൾ ഇമെയിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതങ്ങനെ ദെൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ്, പ്രൂഫ്, എവിഡൻസ്, ഇങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എന്നുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാസ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ, ഒരു ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ BRP കാർഡ് നമുക്ക് ആവശ്യമുണ്ട്. BRP കാർഡിലെ നമ്പറും BRP കാർഡിന്റെ വാലിഡിറ്റിയും അതുപോലെ തന്നെ അതിലത്തെ ഒരു ചിപ്പ് നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ചിപ്പ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ഓഫീസിൽ തന്നെ നമ്മുടെ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് അതിനുള്ള ഒരു സ്പെഷ്യൽ ഡിവൈസ് വേണം. സ്പെഷ്യൽ ഡിവൈസ് മീൻസ് iPhone 7 വേർഷൻ അല്ലെങ്കിൽ അതിന് മേലെയുള്ള ഒരു വേർഷൻ, അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ NFC വർക്ക് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആയാലും ഓക്കെ. ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ ഫോൺ വഴിയാണ്. അതിൽ NFC വർക്കിംഗ് ആയിരുന്നു. ആൻഡ്രോയിഡ് ആണ് ചെയ്തത്. ചില ഐഫോണിൽ ഈ സ്കാനിങ് നടക്കാതെ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് ഒരു കാര്യം നമുക്ക് വരും. അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ സ്കാനിങ്ങിന്റെ ടൈമിൽ ലാപ്ടോപ്പിൽ സക്സസ്ഫുൾ ആവാതെ ഡിവൈസ് സ്വിച്ച് ചെയ്ത് ഫോണിലേക്ക് അപ്ലിക്കേഷൻ മാറ്റി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടൈം നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ടെൻഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഡിവൈസ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കിനി സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഡിവൈസ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഡിവൈസിൽ നിന്ന്, ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് നമുക്ക് ഈ പ്രോസസ്സ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഫസ്റ്റ് നമുക്ക് ഇമെയിൽ കിട്ടി. ദെൻ നമ്മളുടെ എമൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കുക. ദെൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിൽ ആദ്യം കാസ് ലെറ്റർ, ദെൻ നമ്മളുടെ BRP, അടുത്ത് നമ്മുടെ NI നമ്പർ വേണം. ഇതൊക്കെ ഒരു സ്റ്റുഡൻറ് പീരീഡിൽ ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇല്ലാത്തവര് ഇല്ലീഗലാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പൊക്കോളൂ, അല്ലെങ്കിൽ ഇടങ്ങേറായി പോകും. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മളുടെ കയ്യിൽ ആദ്യം വേണം. ദെൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിലും. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴും പ്രോസസ്സിന്റെ ബാക്കി കാര്യങ്ങളും ഫോളോ അപ്പ് ഒക്കെ ഈ മെയിലിലേക്കും ഈ നമ്പറിലേക്കും ആയിരിക്കും ഹോം ഓഫീസ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2 കോണ്ടാക്ട് ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. കൊടുത്താൽ മാത്രം പോരാ, അത് നമ്മുടെ കയ്യിലുണ്ടാവും വേണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, എംപ്ലോയറുടെ ഡീറ്റെയിൽസും കൂടെ വെച്ചോളൂ. അത് ആവശ്യം വരില്ല. പക്ഷെ നമ്മളുടെ പ്രോസസ്സ് കഴിഞ്ഞ് ഹോം ഓഫീസിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം എന്ന് തോന്നിയാൽ അവര് നമ്മൾക്ക് എക്സ്ട്രാ ഒരു മെയിൽ തരും. അപ്പം നമ്മൾ എല്ലാ എവിഡൻസും പ്രൂഫും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നിട്ടുള്ള ഒരാൾ എനിക്ക് പരിചയമുണ്ട്, എക്സ്ട്രാ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു എവിഡൻസും ഒരു പ്രൂഫൊക്കെ നമ്മുടെ കയ്യിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും. സോ നമ്മുടെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി വേണം.
ദെൻ പിന്നീട് വേണ്ടത് നമ്മളുടെ ട്രാവൽ ഹിസ്റ്ററി. നമ്മൾ UK എത്ര നാൾ നിന്നിട്ടുണ്ട്, ഏതൊക്കെ സമയത്ത് എവിടേക്കൊക്കെ ട്രാവൽ ചെയ്തു, എത്ര സമയം ഔട്ട്സൈഡ് UK ഉണ്ടായിരുന്നു, അപ്പൊ ആ ഒരു ടൈം, ആ ഡേറ്റ്, മന്ത്, ഇയർ, ആ ഒരു ടൈം വേണം. ട്രാവൽ ഹിസ്റ്ററി, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, നമ്മളുടെ അഡ്രസ്സ്, നമ്മൾ ഏത് ടൈപ്പ് അക്കോമഡേഷനിലാണ് നിൽക്കുന്നത്, റെന്റിങ് ആണോ അതോ ഫാമിലിയുടെ കൂടെയാണോ ഫ്രണ്ട്സിന്റെ കൂടെയാണോ, ആരുടെ കൂടെ ആണെങ്കിലും. റെന്റിങ് ആണെങ്കിൽ ലാൻഡ് ലോഡിന്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ആവശ്യം ഉണ്ടായിരിക്കും, വിത്ത് കോൺടാക്ട് നമ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ അഡ്രസ് ഹിസ്റ്ററി, അഡ്രസ്സ്, എംപ്ലോയ്മെന്റ്, ട്രാവൽ ഹിസ്റ്ററി, ഇമിഗ്രേഷൻ ഹിസ്റ്ററി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട്. ഞാൻ സമ്മറൈസ് ചെയ്തൊന്ന് പറയാൻ നോക്കാം. ഫസ്റ്റ് നമ്മളുടെ യൂണിവേഴ്സിറ്റി എന്നുള്ള മെയില്, ദെൻ നമ്മളുടെ വിസ ഫീസ്, ഈ വിസ പ്രോസസ്സിനുള്ള ഫീസ് 2000 പൗണ്ട്, അതിൻ്റെ ബാങ്കിന്റെ കാർഡും കൂടെ നമ്മുടെ കയ്യിൽ വെക്കാൻ നോക്കുക. ദെൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റി എന്നുള്ള ഡോക്യുമെന്റ്സ്, പേഴ്സണൽ ഡോക്യുമെന്റ്സ്, BRP, NI നമ്പർ, പാസ്പോർട്ട്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി, നമ്മളുടെ അക്കോമഡേഷൻ ഹിസ്റ്ററി, ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്ത് സെറ്റാക്കി നമ്മൾ അരിയത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഇനി നമ്മളുടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 ദിവസം തൊട്ട് 8 വീക്സ് മാക്സിമം, അത്രയും ടൈം ഗ്യാപ്പിൽ, അത്രയും ടൈം പീരീഡിനുള്ളിൽ ഇതിന്റെ ഡിസിഷൻ എന്താണെന്ന് ഹോം ഓഫീസ് നമ്മളെ അറിയിക്കും. ഇനി റിജക്ഷൻ വന്നിട്ടുള്ള കേസസും എൻ്റെ അറിവിലുണ്ട്. മെസ്സേജ് അയച്ചിട്ടും നേരിട്ടും അനുഭവമുണ്ട്, എനിക്കല്ല, എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേർക്ക്. അപ്പോൾ റിജക്ഷൻ വന്നിട്ടുള്ള എൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ UK നിയമത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ലോ എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ വർക്ക് ടൈമിന്റെ കാര്യത്തിലാവാം. ഈ 2 കാര്യത്തിലും നിയമങ്ങൾ തെറ്റിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ റിജക്ഷൻ വന്ന് പിന്നീട് അത് പ്രോസസ്സിന് ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഈ റിജക്ഷൻ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രശ്നമൊന്നും വിചാരിക്കരുത്. നമുക്കത് റീഅപ്ലൈ ചെയ്യാം. നമ്മൾ ഹോം ഓഫീസിൽ പോയിട്ട് എന്താണ് കാരണം എന്ന് അവരെ ബോധ്യപ്പെടുത്തണം, അതിനുള്ള എവിഡൻസ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാം, വീണ്ടും ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷെ അതൊക്കെ വലിയ ഇടങ്ങേറ് പിടിച്ച പണിയാണ്, കുറേ പ്രോസസ്സ് ഉണ്ട്, നമുക്ക് ടെൻഷനും ആവും. അപ്പോൾ നിയമപരമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക, മാക്സിമം ട്രാൻസ്പെറന്റ് ആവുക, ജെനുവിൻ ആയിട്ട് അപ്ലിക്കേഷൻ ചെയ്യുക, സമയമെടുത്ത് സാവധാനത്തിൽ അപ്ലിക്കേഷൻ ചെയ്യുക, ടെൻഷനൊന്നും ആവണ്ട. അപ്പോൾ ഏകദേശം 3 ദിവസം തൊട്ട് മാക്സിമം 8 വീക്ക് വരെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് അപ്ലിക്കേഷന്റെ റിസൾട്ട് വരാൻ വേണ്ടി നമുക്ക് ടൈം ഉണ്ടാവും. ഗ്രാജുവേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഏകദേശം 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൺഫർമേഷൻ മെയിൽ വരും, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ ഓൾറെഡി യൂണിവേഴ്സിറ്റി തരും. ഇല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം നമുക്ക് ഗ്രാജുവേറ്റ് വിസയ്ക്ക് വേണ്ടി ഗവൺമെന്റ് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ലിസ്റ്റ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്യാൻ സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് പ്രോസസ്സ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾക്കുള്ള കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലും അല്ലെങ്കിൽ ഈ ചാനലിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട്. ഇൻഫോർമേഷനും എൻ്റെ എക്സ്പീരിയൻസും UK കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി, ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്കിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ആരെങ്കിലുമൊക്കെ PSW അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല, അവർക്കതൊരു റെഫറൻസ് ആവും. അപ്പൊ നിങ്ങൾക്ക് കുറേ ഇതേപോലത്തെ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങളും ഭയങ്കര ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഹാപ്പി ആവുന്നതോട് കൂടെ തന്നെ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ അമർത്താൻ ഞാനും ഭയങ്കര ഹാപ്പി ആയിരിക്കും. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഞാനും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.